ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ തൊപ്പിയുടെ MRC ഗ്യാങ്ങിൻ്റെ ഒരു കോൺട്രവേഴ്സിയാണ്. അതായത് തൊപ്പിയും നമ്മുടെ മമ്മു ഇവർ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാബിൻ ക്രൂ ആയിട്ട് ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്ബിഹേവിയർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് റിയാക്ട് ചെയ്തതിൻ്റെ പുറകെ തന്നെ നമ്മൾ തൊപ്പി ലൈവിൽ സീക്രട്ട് ഏജൻറ്റിനെതിരെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ജസ്റ്റ് ബേസിക് ആയിട്ടൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. മമ്മ അവിടെ കുറച്ച് അവരത് കാണിച്ചടാ. ഞാൻ പിന്നെ അവര് ഭയങ്കര നല്ലവരായിട്ട് നിൽക്കുന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അവരെ ഭാഗത്ത് നിന്ന് എട്ടെല്ലാം ഉണ്ട്, മനസ്സിലാവും. അതായത് ഇതാണ് പരിപാടി. അതായത് ഈ പുള്ളിക്കാരൻ, ഈ മമ്മു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ഇത് ഫസ്റ്റ് ടൈം അല്ല ഇമാതിരി പരിപാടി ചെയ്യുന്നത്. അത് പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് ഒരു പെൺകുട്ടിയോട്, അതായത് ഇൻ്റർവ്യൂ എടുത്തൊരു പെൺകുട്ടിയാണ്, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പണ്ട് എന്തായിരുന്നു പരിപാടി ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ നാട്ടിൽ പെൺകുട്ടികൾ കുളിക്കുന്നിടത്തൊക്കെ ഞാൻ എത്തി നോക്കാറുണ്ട്, അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യാറുണ്ട്, മറ്റേ എത്തി നോക്കാറുണ്ട്, ബാക്കി കുളിമുറിയിൽ കുളിസിയും പിടിക്കാൻ പോകാറുണ്ട്, അങ്ങനത്തെ കഥയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്ത് പുള്ളിക്കാരൻ കുറേ നാൾ എയറിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള പുള്ളി, അത് കഴിഞ്ഞിട്ട് പുള്ളി തൊപ്പി അതിന് ശേഷം ഇവനെ അതായത് അതായത് ഒരു ലൈവ് സ്ട്രീമിൽ വന്നിട്ട്, അതായത് ഇവന് വഴക്ക് പറയുന്ന രീതിയിലൊരു ലൈവ് സ്ട്രീം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തൊപ്പി ഭയങ്കര ഇവനെ ഇനി ലൈവിൽ കേട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അന്ന് ഇവൻ കരയുന്ന പോലെയൊക്കെ, ഈ മമ്മു കരയുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് ബാക്കിൽ ഇരുന്ന് ചിരിക്കുന്നത്. അന്ന് ലൈവ് കണ്ടിട്ട് പിറ്റേ ദിവസം കുറേ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിലിരുന്ന് ഇങ്ങനെ തോളത്ത് കൈ വിട്ടിട്ട് ചിരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഉദ്ദേശത്തിലെ ഇവൻ എന്ത് തെറ്റ് ചെയ്താലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനോ തൊപ്പിയുടെ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. മമ്മു വട, ഇഡ്ലി വട, ചായ വട, ചായ 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 കാപ്പി ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പൊതുവേ ഉള്ള ഒരു സംഭവം ഉണ്ട്. ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസിന്റെ ഇടയിൽ ആൾക്കാർ ഇവരെ നോക്കി കാണുന്ന ഒരു രീതി ഉണ്ട്. അതായത് ഫ്ലൈറ്റിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലുപരി ഇവർ അവിടെ ഫുഡ് സപ്ലയേഴ്സ് ആണെന്നുള്ള ഒരു ടോക്ക്, ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനം അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് സാധനം ഉണ്ട്, മനസ്സിലാവും. ഈഗോ അതായത് ഫ്ലൈറ്റ് അറ്റൻഡൻസ്, അതായത് ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന സാധനം, അതായത് ഫുഡ് സപ്ലയേഴ്സ് ആണെന്നാണ് തൊപ്പിയുടെ വിചാരം. പക്ഷേ നമുക്കൊരു ആ ഫ്ലൈറ്റിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അതായത് ഇൻ കേസ് ഫ്ലൈറ്റിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവരെ ഉണ്ടാകത്തുള്ളൂ. അതായത് ഇവരെ നമ്മൾക്ക് ഫ്ലൈറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞിടത്ത് നമ്മൾ എല്ലാവരും കൂടെ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതായത് ഈ ഓരോ ക്യാബിൻ ക്രൂ ഇവരെ അസൈൻ ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും ഈ ക്യാബിൻ ക്രൂവിൻ്റെ ജോലി കിട്ടിയെന്ന് വരില്ല. ഇവർ വെൽ ട്രെയിൻഡ് ആയിട്ട് നല്ല കുറേ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇവരെ ട്രെയിൻ ചെയ്തിട്ടാണ്, ഈ സേഫ്റ്റിയുടെ ഇതൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇവരെ കയറ്റുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ജോലി ജസ്റ്റ് റെസ്പെക്റ്റ് കൊടുക്കണം. അതായത് ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ആ റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ ഭയങ്കര റെസ്പെക്ട്ഫുള്ളിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുള്ളിക്കാരിപ്പോൾ മമ്മു വളരെ റെസ്പെക്ട്ഫുള്ളി, എനിക്ക് ഇച്ചിരി ഒരു കാപ്പി വേണമെന്നോ റെസ്പെക്ട്ഫുള്ളിയാണ് ചോദിച്ചിരുന്നെങ്കിൽ തിരിച്ച് ഇതേപോലെ റൂഡായിട്ട് പറയുന്നത് നമുക്ക് പറയുന്നൊരു കാര്യമുണ്ട്. അത് അങ്ങോട്ട് അതായത് അവർ ചെയ്യുന്നൊരു ജോലിയെ കളിയാക്കിക്കൊണ്ട് ഇമാതിരി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും, അതായത് അവർ ചെയ്യുന്ന ജോലിയോട് ചെറിയൊരു ഇൻസൾട്ട് അവർക്ക് കളിയാക്കുന്ന പോലെയാണ് തോന്നിയത്. പുള്ളിക്കാരിക്ക് വ്യക്തമായി മനസ്സിലാവും, നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുള്ള റിപ്ലൈ പുള്ളിക്കാരി കൊടുത്തു. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ ഈ പുള്ളിക്കാരൻ, ഈ മമ്മു എന്ത് ചെയ്താലും തൊപ്പി ന്യായീകരിക്കുന്നത് അത് ശരിയായൊരു ഇതല്ല. എന്ന് വെച്ചാൽ തൊപ്പിയുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു 70% ഓഡിയൻസ് എന്ന് പറയുന്നത് 70 ബിലോയാണ്. അത് ഈ പിള്ളേർ കാണുന്നത്, അതായത് തൊപ്പിയുടെ ലൈവ് എല്ലാം സ്ഥിരം ഇരുന്ന് കാണുന്നത് എന്താ തൊപ്പിയുടെ ലൈവിൽ നിന്ന് കാണേണ്ട. അതായത് ഈ മമ്മൂനെ പോലെ കുളിസിയും പിടിക്കുന്ന കാര്യവും പിന്നെ കുളിമുറിയിൽ എത്തി നോക്കുന്ന കാര്യമാണ് പിള്ളേരെ കണ്ടുപിടിപ്പിക്കേണ്ടത്. പക്ഷേ തൊപ്പി നമ്മൾ തൊപ്പിയുടെ കരിയർ നോക്കിയാൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നല്ല പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പുള്ളിക്കാരൻ കുറേ സ്ട്രഗിൾസ്. അതിനുശേഷം പുള്ളിക്കാരൻ പണ്ടത്തെ തൊപ്പിയാണ് ഇപ്പോഴത്തെ തൊപ്പി വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ തൊപ്പിയും ഇപ്പോഴത്തെ തൊപ്പിയും വൻ മാറ്റമുണ്ട്. അതായത് ക്യാരക്ടറിൽ തന്നെ വൻ മാറ്റമുണ്ട് തൊപ്പിയുടെ. ആ ഒരു ചേഞ്ച്, അതായത് പറഞ്ഞു കൊടുക്കണം. അതായത് ചുമ്മാ നമ്മളിപ്പോൾ 5-6 പേര് അവരുടെ ഗ്യാങ്ങിലുണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അതായത് എടാ നീ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധം അവിടെ ആ കൂട്ടത്തിൽ ആർക്കും ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. സിവിക് സെൻസ് ഇല്ലാണ്ട് ബിഹേവ് ചെയ്ത് നോക്കിയാൽ മമ്മിന് മിസ്റ്റേക്ക്. പക്ഷെ കട്ടൻ ചായ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ 200 റുപ്പീസ് തിരിച്ചു പറയുന്നത് അത് ഉണ്ടെന്ന് പറയണം. പക്ഷെ എത്രയാന്ന് ചോദിച്ചാൽ 200 റുപ്പീസ് എന്ന് പറയണം. പിന്നെ 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 അത് ഉറപ്പായിരിക്കും. കാരണം നമ്മളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വിലയുള്ള ഒരു സാധനത്തിന്റെ അത് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പൈസ മാത്രം പറഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലോ എന്ന് പറയാണ്ടിരിക്കുന്നത് അത് ഇതാണ്. ഈ സിവിക് സെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസൾട്ടിനെ കുറിച്ച് സംസാരിക്കണം, മനസ്സിലാവും. അതെ, ഒരാൾ മറ്റേ ക്യാബിൻ ക്രൂ ചായ ഒന്തിക്കൊള്ളുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കൂടി ചായ 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 പരിപ്പോടെ ചായ ചായ ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാണ്ട്
തിരിച്ച് ഇങ്ങോട്ട് റെസ്പെക്റ്റ്, അതായത് അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്താലേ ഇങ്ങോട്ട് റെസ്പെക്റ്റ് തിരിച്ചെടുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് റൂഡായിട്ട് ബിഹേവ് ചെയ്ത് തിരിച്ച് അയാൾ റെസ്പെക്റ്റ്ഫുൾ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഈ മമ്മു എന്ത് ചെയ്താലും തൊപ്പി ഇവനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ തൊപ്പി മമ്മുവിൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ ശരിക്കും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തെറ്റ് കണ്ടാൽ തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കണം. അല്ലാണ്ട് അവിടെയും വീണ്ടും സപ്പോർട്ട് ചെയ്യല്ലോ വേണ്ട. അപ്പോൾ തൊപ്പി രണ്ടാമത് വേറെ കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ എയർ ഇന്ത്യക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കസ്റ്റമറിനോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തില്ല, അത് റൂഡായിട്ട് ബിഹേവ് ചെയ്തതിന് എയർ ഇന്ത്യക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് കസ്റ്റമർ പൊളൈറ്റായിട്ടാണ്. അതായത് നമ്മൾ അവിടെ ഒന്നാമത്തെ കാര്യം തൊപ്പി വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മമ്മൂന് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാത്ത എത്രയോ പേര് നമ്മുടെ ഫ്ലൈറ്റിൽ കയറി പോകുന്നുണ്ട്. ഈ മറ്റേ സീറ്റ് പോലും നോക്കാറ് അവർ ഇതൊക്കെ നമ്മൾ എൻ്റെ സീറ്റ് ഏതാണെന്ന് കാണിച്ച് മലയാളത്തിൽ പറഞ്ഞാൽ അവർ സിമ്പിളായിട്ട് കാണിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇരുത്തി തരും. അങ്ങനെ മലയാളം അറിയാത്ത ഇംഗ്ലീഷ് അറിയാത്ത എത്രയോ ആൾക്കാർ ഫ്ലൈറ്റിൽ കയറുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ ഇംഗ്ലീഷ് അറിയാതെ ഫ്ലൈറ്റിൽ കയറുന്ന ക്യാബിൻ ക്രൂക്കാർ നല്ലതായിട്ട് അസിസ്റ്റ് ചെയ്ത് ഒരു 95% ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്ത സമയത്ത് 95% ക്യാബിൻ ക്രൂ വളരെ പൊളൈറ്റായിട്ടാണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഭയങ്കര റെസ്പെക്റ്റബിളി ഒരു കാര്യം ചോദിച്ചിട്ട് തിരിച്ച് റൂഡായിട്ട് പറയുകയാണെങ്കിൽ തൊപ്പി ഈ പറഞ്ഞതിൽ 100% ഞാനും യോജിക്കുന്നു. അതായത് ഇപ്പോൾ മമ്മു വളരെ പൊളൈറ്റ് ചേച്ചി ഒരു കാപ്പി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ സീനൊക്കെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ട്രോളിയായിട്ട് വരുന്ന സമയത്ത് ചേച്ചി ഒരു കാപ്പി തരുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് ഈ ഒരു ഡയലോഗ്, അതായത് 200 രൂപ എന്ന് പറയുന്നെങ്കിൽ തൊപ്പി പറയുന്നതിൽ ന്യായമുണ്ട്. അതായത് അവർ ഒരു സാധനം മുന്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഇവർ കളിയാക്കുക, അതായത് ചായ അവരെ അതായത് നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട്സിനോട് ഇപ്പോൾ തമാശയ്ക്ക് പറയുന്ന പോലെ അവർ കേൾക്കാത്ത രീതിയിലാണെങ്കിൽ ഓക്കെ പോട്ടെ എന്ന് പറയാം. അവർ കേൾക്കുന്ന രീതിയിൽ അത്രയും സൈലൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ എന്ന് വെച്ചാൽ അത്രയും എയറിലാവുന്ന സമയത്ത് അത്രയും സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത്രയും ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ന്യൂസൻസ് ആക്കിയ രീതിയിലാണ് ആ ഒരു പ്രവൃത്തി വന്നത്. അത് എന്തും ആയിക്കോട്ടെ, അത് ഭയങ്കര ഒരു മോശമായ പരിപാടി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തൊപ്പിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും ഈ ഓട്ടോയിൽ യാത്ര ചെയ്താലും വേറെ വല്ല വ്യത്യാസം നമ്മളിന്ന് ഓട്ടോക്കാരെ പോലെ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഓട്ടോയിൽ നമ്മൾ മാത്രമേ കയറുന്നുള്ളൂ. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഇതാണ്. മറ്റേ ഓട്ടോയിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ 4 പേര് അല്ലെങ്കിൽ 3 പേരായിട്ടായിരിക്കും ഓട്ടോയിൽ കയറുന്നത്. നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് എന്ത് അലമ്പം ഉണ്ടെങ്കിലും ഓട്ടോക്കാരെ മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഓട്ടോയിൽ ഹയർ ചെയ്ത് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി നമ്മുടെ ആൾക്കാരാണ് ഓട്ടോയ്ക്കകത്ത് പോകുന്നത്. അപ്പോൾ ഓട്ടോയിൽ ഇരുന്ന് നമ്മൾ എന്ത് അലമ്പ് കാണിച്ചാലും കുഴപ്പമില്ല. ഇത് തൊപ്പി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. ഫ്ലൈറ്റിൽ അങ്ങനെയല്ല. ഫ്ലൈറ്റിൽ നമ്മൾ പൈസ ഉണ്ട്, നമുക്ക് ഒരു സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ തൊട്ടിപ്പുറത്തെ സീറ്റും അതിൻ്റെ അപ്പുറത്തെ സീറ്റിലൊക്കെ വേറെ ഇതേപോലെ പൈസ കൊടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അവർ പീസ്ഫുള്ളി യാത്ര ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത്, അതായത് കളിയാക്കുന്ന പോലെ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് വരും. അത് നമ്മളൊന്ന് ഇപ്പോൾ എന്ത് കഴിക്കട്ടെ, വ്ളോഗിങ് ആയിക്കോട്ടെ, അതായത് ബാക്കിയുള്ളവരെ തൊപ്പി ഇന്നത്തെ വ്ളോഗ് ചെയ്തോട്ടെ, അങ്ങനത്തെ മറ്റവരൊക്കെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലൈറ്റിൽ വ്ളോഗ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതായത് നമ്മൾ പബ്ലിക് പ്ലേസിൽ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വ്ളോഗ് ചെയ്തു, അതിന് യാതൊരു കുഴപ്പമില്ല. ഫ്ലൈറ്റിൽ വ്ളോഗ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്താൽ, അല്ലെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മുടി വളർത്തിയ ഒരാളിപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഓണാക്കിയിട്ട് അയാളെ കണ്ടോ ചൂണ്ടിക്കളിച്ചോ നല്ല ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻസൾട്ട് ആവത്തില്ലേ? അതേപോലെ തന്നെയാണ് ആ ക്യാബിൻ ക്രൂന്. അവരും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ആ പുള്ളിക്കാരിക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ തന്നെ ഇവർ ഈ ചായ ഹിന്ദിയിലും ചായ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ചായ ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അവർക്കും വ്യക്തമായി മനസ്സിലാവും ഈ സംഭവമൊക്കെ നമ്മൾ കളിയാക്കുന്ന ആക്കി പറയുന്നതാണോ അല്ലേന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ ഈ മമ്മു എന്ത് തെറ്റ് ചെയ്താലും ഈ സപ്പോർട്ട് ചെയ്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായി വരും. എന്ന് വെച്ചാൽ നാളെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു, ജയിലിലായാലും വീണ്ടും ഇതേപോലെ ലൈവിൽ വന്നിട്ട് നീ ചെയ്ത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ നിന്നെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കും. 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും പുള്ളി കുറേ കരയുന്ന പോലെ മമ്മു കുറേ കരയുന്ന പോലത്തെ ഒരു വീഡിയോ വരും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും പുള്ളിയുടെ ലൈവിൽ കാണാം. ഒന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, ആ ചെറുക്കനെ കൗൺസിലിംഗ് കൊടുത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഇന്ന ഇത് പ്രശ്നമുണ്ട്. അന്ന് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം, ആ പെൺകൊച്ചിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആ ചെറുക്കനെ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇച്ചിരി സൈലൻ്റ് ഒതുങ്ങിയെന്ന് വിചാരിച്ചു. പിന്നെ വീണ്ടും ഈ പരിപാടി തന്നെ. അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്തു, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈനറാണ്, നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സാണ്, നിങ്ങളുടെ ലൈവ് കാണാൻ രസമുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ഫീലിങ്സ്, അതായത് ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് നിങ്ങൾ അയാൾക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ ഫീലിങ്സിന് ഒരു വിലയില്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്യുന്നതാണ് തെറ്റ്. അതായത് ഐഷോ സ്പീഡ് തൊപ്പിയുടെ ലൈവ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഐഷോ സ്പീഡ് ഇൻസ്പയർ ചെയ്തിട്ടാണ് തൊപ്പി ലൈവ് ചെയ്യുന്നത്. ആ ഫസ്റ്റത്തെ തൊപ്പി ഐഷോ സ്പീഡ് റൊണാൾഡോ ആണെങ്കിൽ തൊപ്പി ഇവിടെ എടുത്തിരിക്കുന്നത് മെസ്സി. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. തൊപ്പി മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഐഷോ സ്പീഡ് റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ ഐഷോ സ്പീഡിൻ്റെ അതേ ഹെയർ സ്റ്റൈൽ ഇടുന്ന ആ ഒരു പാറ്റേൺ ആയിരുന്നു ഫോളോ ചെയ്ത് പോയത്.
പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തൊപ്പി ആദ്യം മാറി, തൊപ്പിയുടെ സ്റ്റൈൽ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ കൊണ്ട് തൊപ്പി നിഹാലായിട്ട് മാറി, നിഹാലിൻ്റെ ക്യാരക്ടറായിട്ട് പോകുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മറ്റേ പഴയ തൊപ്പി മാറി പുതിയ തൊപ്പിയായിട്ട് വരും. അപ്പോൾ പുള്ളി കുറേ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഗ്യാങ്ങിൽ റിക്രൂട്ട് ചെയ്ത്, അതൊക്കെ നല്ല കാര്യമാണ്, അതായത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ, അതായത് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് ക്രിറ്റിസിസം നല്ലതാണ് എന്ന് വെച്ചാൽ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് അയാളുടെ മുന്നിൽ വെച്ചിട്ട് ഇതേപോലെ ക്രിറ്റിസിസം ചെയ്യുന്ന സമയത്ത് അത് അവരുടെ ഫീലിങ്സ് എങ്ങനെ ആവും എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.